ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ അൽസീഫിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അപ്പം ഇത് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മെയിനായിട്ടും അൽസീഫിൻ്റെ ഫുള്ള് വീഡിയോ കാണിക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. നടന്നിട്ടും തീരുന്നില്ലായിരുന്നു. അതേ കണക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഡ്രസ്സിൻ്റെ സെക്ഷനാണേലും പേഴ്സിൻ്റെ സെക്ഷനാണേലും കുറേ പേളിൻ്റെ സെക്ഷനാണ്. പിന്നെ അതേ കണക്ക് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റുകളും കുറേ ഷോപ്പുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഫസ്റ്റ് തന്നെ നമ്മൾ നടന്ന് കുറേ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ലൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് ആകർഷിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അതപ്പോൾ നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ നടന്ന് ചെല്ലുമ്പോഴത്തേന് നമുക്ക് ചെറിയ ഷോപ്പുകളുണ്ട്. അവിടെ എല്ലാം ഡ്രസ്സുകളുടെ ഒരുപാട് കളക്ഷനുകളാണുള്ളത്. അപ്പം അതിനൊക്കെ എന്ന് പറയുമ്പോഴത്തേന് റേറ്റ് വളരെ കുറവാണ്. 1080 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്കേർട്ടാണേലും ടോപ്പാണേലും അങ്ങനെ കുർത്തിയാണേലും അങ്ങനെ എല്ലാ ഡ്രസ്സുകളും കാണാനും നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആൾക്കാർ നിന്ന് വാങ്ങിക്കുന്നുമുണ്ട് കേട്ടോ. അതേ കണക്ക് തിരക്കുമായിരുന്നു കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേന് നമുക്കാണെങ്കിൽ കുറേ വാൾ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതേ കണക്ക് പേഴ്സിൻ്റെ വീണ്ടും നല്ലൊരു സെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കീ ചെയിനുകളുടെ കുറേ സെക്ഷനുകളും പാവകളുടെ കുറേ സെക്ഷനുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടുത്തെ മ്യൂസിക്കൽ ഷോ ആയിരുന്നു. നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. കുറേ നേരം നമ്മളവിടെ നിന്നു. നമ്മളെല്ലാവരും മ്യൂസിക്കൽ ഷോ കുറേ നേരം എൻജോയ് ചെയ്തു. അവിടെ ഒരുപാട് തിരക്കായിരുന്നു. എങ്കിലും കുറച്ച് നേരം അവിടെ നിന്ന് ആസ്വദിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞായിരുന്നല്ലോ അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം. റെസ്റ്റോറൻറ്റുകളൊക്കെ പഴമയുടെ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അത് കാണാനൊക്കെ തന്നെ നല്ല ഭംഗിയാണ്. അവിടെ ഓരോ പ്രതിമയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് നിന്ന് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. കുറേ നേരം അതൊക്കെ നോക്കി നിന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ലൈറ്റ് വർക്ക്സുകളും പ്രൊജക്ഷൻ ഷോകളും അങ്ങനെ കാണാൻ തന്നെ ഒരുപാടുണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഓരോ സ്ഥലങ്ങളും അത്രയ്ക്ക് നല്ലതായിരുന്നു അതിനകത്തെ എല്ലാ കാഴ്ചകളും കാണാനായിട്ട്. ടർക്കിഷ് ഐസ്ക്രീം അത് വാങ്ങിക്കുന്ന കുട്ടികൾ, അത് നോക്കി എൻജോയ് ചെയ്യുന്ന അവരുടെ പേരൻസ്, അത് നോക്കി ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർ, വീഡിയോസ് എടുക്കുന്ന ആൾക്കാർ, അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അൽസീഫിൻ്റെ ഉള്ളിൽ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ നടന്ന് നമുക്ക് ക്ഷീണമൊന്നും അറിയത്തില്ല. കാരണം ഫുള്ള് കടകളും അതേ കണക്ക് കുറേ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ.
ലേഡീസിന് വേണ്ടി തന്നെ സ്പെഷ്യൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ സെക്ഷൻ മാത്രമുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് വേണ്ട സ്ലൈഡുകൾ, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ബണ്ണുകൾ, നമുക്ക് വേണ്ട എന്താ പറയേണ്ട കീ ചെയിനുകൾ, അതുപോലെ തന്നെ കൈ ചെയിനുകൾ, അങ്ങനെ നമുക്ക് വേണ്ട മാലകൾ, കമ്മലുകൾ, അതിൻ്റെയൊക്കെ നല്ലൊരു സെക്ഷൻ തന്നെയുണ്ട്. അതിൻ്റെ തന്നെ സ്പെഷ്യൽ കടകളുണ്ട്. അപ്പം കൂടുതലും ഞാനിവിടെ കണ്ടത് ലേഡീസിനെയാണ് കേട്ടോ. അതേ കണക്ക് നല്ല രസമാണ് കാണാനായിട്ട്. സ്റ്റോൺ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഓരോ സ്ലൈഡിലൊക്കെ ചെയ്തേക്കുന്ന വർക്കുകൾ കാണാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കൈ ചെയിനുകൾ, നമ്മളുടെ സ്ലൈഡുകൾ, അതേ കണക്കിന് കമ്മലുകൾ ഒക്കെ വരുന്നത് എന്താ പറയണ്ടേ 10 AED, 5 AED, 15 AED അങ്ങനെയായിട്ടാണ്. അതപ്പോൾ പല തരത്തിലുണ്ട് കേട്ടോ. ഒന്ന് കാണാനും നല്ല രസമാണ്. അതേ കണക്ക് തന്നെ ആൾക്കാർ ഒരുപാട് വാങ്ങിക്കുന്നുമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും പഴമയുടെ വിളിച്ചുണർത്തുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ ആ റെസ്റ്റോറൻറ്റ് നമ്മൾ ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു പഴയ മോഡലിലെ ഒരു കാറ്, ആ കാറിൽ ഇങ്ങനെ അവർ കൊണ്ടുപോകുന്ന നമ്മുടെ ടൈഗർ പ്രോൺസ്, പിന്നെ അതേ കണക്ക് തന്നെ ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു അറബിയുടെ പ്രതിമ, അതുപോലെ തന്നെ ഒട്ടകം. അതേ കണക്ക് തന്നെ അവരാ ചെയ്തേക്കുന്ന ആ ക്രിയേറ്റിവിറ്റി ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കൽഭരണികൾ കാണാൻ പറ്റുന്നുണ്ട്, മണ്ണിൽ ചെയ്തേക്കുന്നത്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിലൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ തൊട്ട് തലോടി. പിന്നെ ഫുള്ളും അവർ മണ്ണിൽ ചെയ്തേക്കുന്ന വാൾസ്, അവിടുത്തെ നല്ല തണുത്തൊരു അന്തരീക്ഷമാണ് അതിനകത്തൂടെ പോകാനായിട്ട്. അതൊക്കെ കണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേനും അവർ ലൈറ്റ് കൊണ്ട് നല്ലൊരു വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞങ്ങളത് കുറച്ച് അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേന് നമുക്ക് വേറെയും നല്ല നല്ല പെയിൻറ്റിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. വാൾ പെയിൻറ്റിങ്ങിൻ്റെ നല്ലൊരു സെക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടതും എന്നെ കൂടുതൽ ആകർഷിച്ചതും നമ്മുടെ ജോക്കറിൻ്റെ വാൾ പെയിൻറ്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടകത്തെയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ വാൾ പെയിൻറ്റിങ് തന്നെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേന് അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പക്ഷേ ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഒരുപാട് പ്രത്യേകതയുള്ളൊരു ഷോപ്പായിരുന്നു. അതിനകത്ത് നമ്മൾ കയറിയപ്പോൾ തന്നെ സ്റ്റോൺ കൊണ്ടുള്ള ഒരുപാട് വർക്ക്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോൺ തന്നെ അവർ പല രീതിയിലാക്കിയിട്ട്, അതായത് അതിൻ്റെ തന്നെ ഒരുപാട് പ്രതിമകളും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പലതരത്തിലുള്ള ഒട്ടകം, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോൺ വർക്കുകൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റിൻ്റെ കുറേ വർക്ക്സുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ അവർ പല ഷേപ്പിലാക്കിയിട്ട് നമുക്കിപ്പം അക്യൂറത്തിലൊക്കെ ഇടുന്ന ടൈപ്പിലൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺ ട്രീകൾ, പിന്നെന്താ പറയണ്ടേ, സ്റ്റോൺ ബോളുകൾ, സ്റ്റോൺ കൊണ്ടുള്ള മാലകൾ, സ്റ്റോൺ കൊണ്ടുള്ള കപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പം ആ സ്റ്റോണിൻ്റെ ഒരു കട ഞങ്ങളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തു. ഒരുപാട് നേരം ഞങ്ങളവിടെ നിന്നു. ഓരോന്നിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു കട.
നമ്മളന്നേരം കടയിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ വേറൊരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. ആൻറ്റിക്യൂ ഷോപ്പ് മീൻസ് അത് തന്നെ റോഡ് സൈഡിലായിട്ടാണ്, എല്ലാം അടുത്തടുത്തായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ പഴയ മോഡലിലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ആൻറ്റിക്യൂവിൻ്റെ ആ ഷോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. ഓരോ അവർ ചെയ്തേക്കുന്ന ആ രീതികൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടുന്ന് ആൻറ്റിക്യൂ ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. നമുക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ കുഞ്ഞു പിള്ളേർ തന്നെ മറ്റേ കളിപ്പാട്ടങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ചെസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കാറുകൾ, കുഞ്ഞു കുഞ്ഞു ബൈക്കുകൾ, അങ്ങനെ നല്ല രസമാണ് കേട്ടോ ഫുള്ളൊന്ന് കാണാനായിട്ട്. നമുക്ക് അവിടെ നിന്നപ്പോൾ തന്നെ സമയം പോകുന്നത് അറിയാനേ പറ്റുന്നില്ലായിരുന്നു. അതേ കണക്ക് നല്ലതായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു. അവിടെ ഒരു ഫോട്ടോ സെക്ഷൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഒരു ഹാർട്ടിനകത്ത് നമുക്ക് ഇരുന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രസമായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. അത് നല്ലൊരു റെഡ് ഷേപ്പിൽ അവർ ചെയ്തേക്കുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഹാർട്ടിനകത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേന് നമുക്ക്, അതായത് അൽസീഫ് നമ്മൾ കണ്ട് തീരാൻ പറ്റുന്നില്ല, അതേ കണക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് അൽസീഫിൻ്റെ എൻഡി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിലോട്ട് പോകാനും ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ എന്നിട്ട് വീണ്ടും റിട്ടേൺ നമ്മൾ വരുന്ന സമയത്ത് തന്നെ വീണ്ടും ആ ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നല്ല ഒരു കാഴ്ചയാണ് അൽസീഫ്. എല്ലാവരും പോയി മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേ കണക്ക് തന്നെ ടൈം പോകുന്നത് നമുക്ക് അറിയാനേ പറ്റത്തില്ല. അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ടാറ്റാ ബൈ, സീ യു.